ഇന്ത്യയിലേക്ക് അമേരിക്ക ചാരനെ അയച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ആരാണ് ആ ചാരൻ? ആ ചാരനെ കണ്ടെത്തിയോ? ഒരു റഷ്യൻ വംശജനെ അമേരിക്കൻ ചാരൻ ഇന്ത്യയിലേക്ക് അയക്കാനാണ് നിലവിൽ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. ഇദ്ദേഹം റഷ്യൻ വംശജനാണ്. റഷ്യൻ വംശജനായ അമേരിക്കൻ ചാരൻ ആണ് ഇന്ത്യയിലേക്ക് അയക്കാനായിട്ട് ഇപ്പോൾ തീരുമാനം. ഈ നീക്കത്തിന്റെ പിന്നിൽ എന്താണ് എന്ന് ലോകം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഉറ്റുനോക്കുകയാണ്. ഇതൊരു ചാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും രഹസ്യമായിട്ടാണ് ഈ ചാരന്മാരെ അയക്കുന്നത്. അങ്ങനെയല്ല, പരസ്യമായി പറഞ്ഞുകൊണ്ടും ചാരനെ അയക്കാറുണ്ട്. അപ്പോൾ അതും അതായത് പരസ്യമായി പറഞ്ഞുകൊണ്ടയക്കുമ്പോൾ സംശയം തോന്നൂലല്ലോ. അതായത് ചാരൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല അയക്കുന്നത്, നയതന്ത്ര ഉദ്യോഗസ്ഥൻ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും അയക്കുന്നത്. അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും സംശയിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ കുറേ സംശയത്തിൻ്റെ ചൂണ്ടുവിരലുകൾ ട്രംപിന് നേരെ വരുന്നുണ്ട്. കാരണം റഷ്യയെ പ്രീണിപ്പിച്ച് ഇന്ത്യക്ക് മേൽ നികുതി ചുമത്തി അങ്ങനെ പലതരത്തിലുള്ള വിചിത്രമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നീക്കമായിട്ടാണ് ഇതിനെ അനുമാനിക്കപ്പെടുന്നത്. പല രാജ്യങ്ങളെയും അങ്ങനെ പ്രതിരോധത്തിലാക്കിയ ട്രംപ് റഷ്യയെ സമ്മർദ്ദത്തിലാക്കുന്നതിൻ്റെ പേരിൽ ഇന്ത്യയെ ശിക്ഷിക്കുന്ന ചില നയങ്ങൾ ആവിഷ്കരിച്ചത് വളരെ കൗതുകകരമായിട്ടാണ് ലോകം മുഴുവൻ കണ്ടത്. ഇതിനിടയിലാണ് ഇന്ത്യയിലെ പുതിയ അമേരിക്കൻ അംബാസിഡറായിട്ട് സെർജിയോ ഗോറിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധം ഏറെ വഷളായതിന് പിറകെയാണ് ഈ 7 മാസത്തിനപ്പുറം തൻ്റെ അടുത്ത അനുയായിയായിട്ടുള്ള സെർജിയോ ഗോറിനെ ഇന്ത്യയിൽ അംബാസഡറായി ട്രംപ് നിയോഗിച്ചിരിക്കുന്നത്. 38 വയസ്സുകാരനായിട്ടുള്ള സെർജിയോ ഗോർ അതിവേഗത്തിൽ രാഷ്ട്രീയ മേഖലയിൽ വളർന്നു വന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഏറെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യമാണ്. അതായത് ഈ റഷ്യൻ വംശജനായിട്ടുള്ള സെർജിയോ ഗോർ ഇതിനു മുൻപും റഷ്യൻ ചാരൻ എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ചാരൻ എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു പാവമാണ്. അപ്പോൾ വൈറ്റ് ഹൗസിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിയായി സെർജിയോ ഗോർ ഇന്ന് മാറിയിട്ടുണ്ട്. അതായത് നമ്മളെ പിണറായി വിജയൻ്റെ പി ശശി എന്നൊക്കെ പറയുന്ന പോലെ ഒരു രീതിയിലേക്ക് ഇദ്ദേഹം വന്നിട്ടുണ്ട്. ട്രംപിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും റിപ്പബ്ലിക്കൻ ക്യാമ്പിലെ പ്രമുഖനുമായിട്ടുള്ള ഗോറിനെ, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണല്ലോ ട്രംപിൻ്റെ പാർട്ടി, അപ്പോൾ ആ പാർട്ടിയുടെ ക്യാമ്പിലെ പ്രമുഖനുമായിട്ടുള്ള ഗോറിനെ ഇന്ത്യയിലെ പുതിയ അംബാസിഡറായി നാമനിർദ്ദേശം ചെയ്തത് ഒരു സാധാരണ നിയമനമായി ഒരിക്കലും കാണാൻ പറ്റില്ല. അതൊരു സാധാരണ നയതന്ത്ര നീക്കവുമല്ല. ഇതിന് പിന്നിൽ പല വസ്തുതകളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 2 രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയുമായി ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ട്രംപിൻ്റെ താല്പര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് ഒരു വാദമുണ്ട്. പക്ഷേ ഇതിന് പിറകിൽ ട്രംപിന്റെ പഴയ ഉപദേശകനും ടെക് ഭീമനുമായിട്ടുള്ള ഇലോൺ മസ്കിനെ അറിയാമായിരിക്കും. ഇലോൺ മസ്ക് ആയിട്ടുള്ള ഗോറിന്റെ കടുത്ത ശത്രുതയുണ്ട്. ഇവർ തമ്മിൽ ശത്രുക്കളാണ്, ഈ ഗോറും ട്രംപും തമ്മിൽ. അതിനെക്കുറിച്ച് കൂടിയുള്ള കാര്യങ്ങളും ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ട്രംപിന്റെ വിശ്വസ്തനെങ്കിൽ മസ്കിന്റെ കൊടിയ ശത്രുവാണ് ഈ പറയുന്ന ഗോർ. അപ്പോൾ ഗോർ എപ്പോഴും ഒരു നിർണായകമായ സാന്നിധ്യമായിരുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ. ട്രംപിനെ ഈ ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഗോറിൻ്റെ സംഭാവനയും വളരെ വലുതായിരുന്നു. ആയിരക്കണക്കിന് രാഷ്ട്രീയ നിയമനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതിന് ഈ അടുത്തായിരുന്നു അദ്ദേഹത്തിനെ ട്രംപ് അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഏകദേശം 95% നിയമനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച് ഗോർ തന്നെയായിരുന്നു എന്നാണ് ട്രംപ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞത്. ട്രംപിന് സ്വന്തമായിട്ട് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം ഉണ്ട്, ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്നത്. അദ്ദേഹം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യില്ല, കാരണം മസ്കുമായിട്ട് ചണ്ടയാണ്. അപ്പോൾ ഇത് ചകടയാണ്. പക്ഷേ ഇതേ വിശ്വാസ്യതയാണ് ഇലോൺ മസ്കിന്റെ കണ്ണിലെ കരടാക്കി ഗോറിനെ മാറ്റിയത്. പാമ്പ് എന്നാണ് ഇലോൺ മസ്ക് ഗോറിനെ വിശേഷിപ്പിച്ചത്, അതായത് വിഷപ്പാമ്പ് എന്നുള്ള രീതി. അതിലൂടെ തന്നെ അവർ എത്രത്തോളം ശത്രുക്കളാണെന്നുള്ളത് മനസ്സിലാക്കാം. അതായത് ഒരു പാമ്പ് എന്ന് മാത്രമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, സ്നേക്ക്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്ത് തൻ്റെ അജണ്ട നടപ്പിലാക്കാൻ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ഇതാണ് ട്രംപിന്റെ മോട്ടോ. തനിക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളുണ്ടായിരിക്കണം. അതായത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇവിടേക്ക് അയക്കണമെങ്കിൽ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളുണ്ടായിരിക്കണം. അത് എന്തിനു വേണ്ടിയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അത് പ്രധാനമാണെന്ന് ട്രംപ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരുന്നു. ഈ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത സാധനം പിന്നെ എടുത്ത് ട്വിറ്ററിലിടും, റീപോസ്റ്റ് ചെയ്യും. എന്തിനെന്നറിയാമോ? 4 ആൾ കാണണമെങ്കിൽ അതിൽ തലേ കാണുള്ളൂ. അപ്പോൾ തെക്കൻ മധ്യേഷ്യയുടെ പ്രതിനിധിയായും സെർജിയോ ഗോറിനെ ചുമതലപ്പെടുത്തിയെന്നാണ് ട്രംപ് പിന്നാലെ പറഞ്ഞത്. സെർജിയോ ഒരു അസാധാരണ അംബാസഡറായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, മിടുക്കനാണ്. ഗോറും അവരുടെ ടീമും 4000-ഓളം ഫെഡറൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഏജൻസികളിലെ 95% ഒഴിവുകളും നികത്തി ദീർഘകാലമായി തനിക്കൊപ്പമുള്ള ആൾ കൂടിയാണ് ഈ പറയുന്ന ഗോർ എന്ന് പറയുന്നത്. തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. തൻ്റെ പല പുസ്തകങ്ങളുടെയും
പ്രസിദ്ധീകരണത്തിലും അദ്ദേഹം സഹായിച്ചു. അതായത് നമുക്ക് ട്രംപ് എന്ന് പറയുന്നത് നമുക്കറിയാം അമേരിക്കൻ പ്രാഞ്ചേട്ടനാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വേണമെന്ന് തോന്നും, പുസ്തകം എഴുതണമെന്നൊക്കെ തോന്നും ചില സമയത്ത്. അപ്പോൾ ആ പുസ്തകം പബ്ലിഷ് ചെയ്തത് ഈ ഗോറിൻ്റെ പബ്ലിഷിംഗ് ഹൗസാണ്. ഇതൊക്കെയാണ് ബന്ധങ്ങൾ. അത് വേറെ ആരും പബ്ലിഷ് ചെയ്യില്ല. ട്രംപ് എഴുതി കൊടുക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ ബുക്കെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പൈസ കൊടുത്ത് ആരെങ്കിലും കൊണ്ട് എഴുതിപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ, അറിയില്ല. ഈ പ്രസിഡൻഷ്യൽ ഡയറക്ടർ എന്ന നിലയിൽ മികച്ചൊരു പ്രകടനം നടത്തി ജനങ്ങളുടെ അംഗീകാരം സെർജിയോ ഗോർ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ഈ ട്രംപിൻ്റെ അംഗീകാരം ഇപ്പോൾ താഴ്ന്നു കിടക്കുകയാണ്. അതാണ് വേറൊരു കാര്യം. അതായത് അവിടെ എല്ലാ മാസവും അവിടെ ഇങ്ങനെ അഭിപ്രായ സർവേ എടുക്കുമ്പോൾ ട്രംപിന് ഇപ്പോൾ എക്കാലത്തെയും താഴത്തെ ഒരു അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. ആ ട്രംപാണ് പറയുന്നത് ഇദ്ദേഹത്തിന് നല്ല അഭിപ്രായമാണ്. പക്ഷേ അതവിടെ ഇരിക്കട്ടെ. എന്തായാലും ലോകത്തിൽ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള മേഖലയിൽ തൻ്റെ വിശ്വസ്തൻ അവിടെ അംബാസഡർ ആകണമെന്ന നിർബന്ധം തനിക്കുണ്ട്. തൻ്റെ അജണ്ട നടപ്പിലാക്കാൻ ഗോറിന് അതിലൂടെ സാധിക്കും. അമേരിക്കൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നത് തന്നെ അഭിമാനകരമായ കാര്യമാണെന്നാണ് ഇതിന് പിന്നാലെ ഗോർ തന്നെ പറഞ്ഞത്. തന്നിൽ വിശ്വാസം അർപ്പിക്കുകയും പദവിയിൽ നിയമിക്കുകയും ചെയ്ത ട്രംപിനോടുള്ള നന്ദിയും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു ബന്ധം ട്രംപും ഗോറും തമ്മിലുണ്ട്. കാരണം ട്രംപിൻ്റെ 2 പുസ്തകങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസിദ്ധീകരിച്ചത് ഗോറിൻ്റെ പബ്ലിഷിംഗ് ഹൗസ് ആയിരുന്നു. എറിഗ സിറ്റി ആയിരുന്നു ഇതിനു മുൻപ് ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് ഗോർ എത്തുന്നത്. മെയ് 11, 2023 മുതൽ 25 ജനുവരി വരെ ആയിരുന്നു എറിക് ഗാർസിറ്റി ഇന്ത്യയുടെ അംബാസഡർ ആയിരുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് ട്രംപിൻ്റെ അടുത്ത ഉപദേശകരിൽ ഒരാളായിരുന്ന മസ്കുമായി നിരന്തരം കലഹത്തിലായിരുന്നു ഗോർ. സർക്കാർ സംവിധാനങ്ങളെ അഴിച്ചുപണിയാനുള്ള മസ്കിൻ്റെ ശ്രമങ്ങളെ ശക്തമായി തന്നെ ഗോർ എതിർത്തിട്ടുണ്ടായിരുന്നു. ഫെഡറൽ ഗവൺമെൻറ്റിൽ മുൻ പരിചയമില്ലാതെ ശതകോടീശ്വരനായിട്ടുള്ള സംരംഭകൻ ജാർഡ ഐസ്മാനെ നാസ അഡ്മിനിസ്ട്രേറ്ററായി നാമനിർദ്ദേശം ചെയ്യുന്നതായി ഡിസംബറിൽ ഒരു പ്രഖ്യാപനം ട്രംപ് പങ്കുവച്ചത് ഏവരും കണ്ടതായിരുന്നു. നാസയെ നയിക്കാനായി മസ്ക് തിരഞ്ഞെടുത്ത ജാർഡ ഐസ്മാൻ എന്ന് പറയുന്നത് നേരത്തെ ഡെമോക്രാറ്റുകൾക്ക്, അതായത് ട്രംപിൻ്റെ എതിർ പാർട്ടിക്കാർക്ക് പണം സംഭാവന ചെയ്ത വിവരം ഗോർ ട്രംപിനെ അറിയിച്ചിരുന്നു. ആ വിവരം ട്രംപിനെ ചൊടിപ്പിച്ചു. നാസ തലവൻ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ പേര് പിൻവലിക്കാൻ ട്രംപ് തന്നെ തീരുമാനിച്ചു. ഐസ്മാൻ സ്വന്തം ചിലവിൽ വാണിജ്യ ആവശ്യങ്ങൾക്കടക്കം 2 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ആൾ കൂടിയാണ്. അതായത് നമ്മളിവിടെ പിണറായി വിജയനൊക്കെ അമേരിക്കയിലേക്ക് പോകുന്ന പോലെ ഇദ്ദേഹം ബഹിരാകാശത്താണ് പോകുന്നത്. അവരുടെയൊക്കെ വലിപ്പം അത്രത്തോളമാണ്. പേയ്മെൻറ്റ് പ്രോസസ്സർ ആയിട്ടുള്ള ഷിഫ് 4 എന്ന് പറയുന്ന പേയ്മെൻറ്റുകളുടെ സ്ഥാപകനും ചെയർമാനുമാണ് അദ്ദേഹം. അമേരിക്ക, ബ്രിട്ടീഷ്, മറ്റ് വ്യോമസേനകൾക്കുള്ള പ്രതിരോധ പരിശീലനം നൽകുന്ന ഡ്രാക്കൺ ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ കൂടിയാണ് ഇദ്ദേഹം. ഇതേക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. ഗോറും മസ്കും തമ്മിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. 2017 ട്രംപ് അധികാരത്തിലെത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ മസ്കും ഗോറും തമ്മിലൊരു അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. ഒരു ക്യാബിനറ്റ് യോഗത്തിൽ വെച്ച് ഗോറിനെ മസ്ക് പരസ്യമായി തന്നെ അപമാനിച്ചിരുന്നു. മസ്കിൻ്റെ കമ്പനിയായ ടെസ്ലയുടെ ഓഹരി ഇടിഞ്ഞപ്പോൾ ഗോർ അത് ആഘോഷിച്ചു. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ലോക രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമായ ഒരു നീക്കമാണ്. ഇതൊരു അസാധാരണ നടപടിയാണ്. ലോകത്താകമാനം അത് ലോകത്തിലെ ആകമാനം ഇതിനെ നേരിടുകയാണെന്നും ജയശങ്കർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജയശങ്കർ ഡൊണാൾഡ് ട്രംപിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം അറിയിച്ചിരുന്നു. ഇന്ത്യൻ അമേരിക്ക വ്യാപാര ചർച്ചകളെക്കുറിച്ചും ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. ചില ലക്ഷ്മണ രേഖകൾ മറികടക്കാൻ കഴിയില്ലെന്നും കർഷകരുടെയും ചെറുകിട സംരംഭകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റഷ്യൻ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടി ഇന്ത്യ ആക്രമിക്കുകയാണ് അമേരിക്ക. പക്ഷേ റഷ്യൻ എണ്ണ ഏറ്റവും അധികം വാങ്ങുന്ന ചൈനയോട് ആ സമീപനം അമേരിക്കയ്ക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.